ഹലോ ഗായ്സ്, സുബ്സിന സാദിഖ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞങ്ങളിന്ന് പുതിയങ്ങാടി യാർത്തങ്ങൽ പോവാണ് കേട്ടോ. ഞാനും ഇക്കാക്കും കുട്ടികളായിട്ട്. അപ്പോൾ ഇത് ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനിയത്തിൻ്റെ കുട്ടികൾ വന്നിട്ടില്ല കേട്ടോ. ഇഷക്കുട്ടി ഷേക്കമോളൊന്നും വന്നിട്ടില്ല. പിന്നെ കുഞ്ഞുവാവക്കാണെങ്കിൽ വയ്യ. അപ്പോൾ അതുകൊണ്ട് വാവനിട്ട് ഓള് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെറിയൊരു ഓട്ടോ വിളിച്ചിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അത് ആശാമ്പടി എവിടെ കഴിഞ്ഞ് ആശാമ്പടി എത്തില്ല, ആശാമ്പടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ മോള് ഹായ് ഗായ്സ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂത്തോന് എൻ്റെ വീട്ടിലാണ്, ഓന് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഓന് അവിടെ നിന്നാണ് സ്കൂളിലൊക്കെ പോവാറ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് പോണ പോക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാളും 3 പേര് വണ്ടിയിലിരുന്നിട്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലാന്ന്. അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത് ഞങ്ങൾ അറിയില്ല കേട്ടോ, അവിടെ ഉത്സവമാണ് കണ്ടില്ലേ. അപ്പോൾ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ അതവിടെ ഇങ്ങനെ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലായിട്ട് ഇങ്ങനെ ജിലേബി പൊരിമിഠായിയൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ പോയിട്ടൊന്ന് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിന്. പിന്നെ ഇഷക്കുട്ടി സൈക്കമോളൊന്നും ഇല്ലാഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ചിക്കാന്ന് പറഞ്ഞു. പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ, പിന്നെ അവർക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഇഷ്ടമാണ്. പിന്നെ അവരില്ലാഞ്ഞപ്പോൾ പിന്നെ ഒരു മൂഡില്ല പോകാൻ. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചെറിയ ചെറിയ കുട്ടികളുടെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയല്ലേ ഒന്ന്. അപ്പോൾ ഞങ്ങളിതവിടെ യാർത്തുകളിലെത്തിയപ്പോൾ ഞാൻ കാക്കാനോട് ഇങ്ങനെ നേർച്ചപ്പെട്ടിയിലിടാൻ പൈസയൊക്കെ വാങ്ങി. ഇപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ ചെറിയൊരു പൂച്ചക്കുട്ടീനെ കണ്ടിട്ടാണ്, നല്ലൊരു പൂച്ച. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ മക്കൾ ഇങ്ങനെ തലോടി കളിച്ചൊക്കെ. അപ്പോൾ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ യാർത്തുങ്ങൾ അവിടെ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു ഉസ്താദുമാരൊക്കെ. അപ്പോൾ ഞങ്ങളെന്തായാലും അവിടെ ദുആ ചെയ്യാൻ അങ്ങോട്ട് കയറിയിട്ടാ. മോനിങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കുടിച്ച് ഞങ്ങളിവിടെ ദുആയൊക്കെ ചെയ്ത് കുറേ നേരം അവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ. അപ്പോൾ യാർത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അപ്പോൾ കാക്ക അവിടെ നിന്നൊക്കെ പോയി പട്ടൊക്കെ വാങ്ങിയിട്ട് വന്ന് ഞങ്ങൾ പട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ അതാ തിരിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ കുട്ടികളിങ്ങനെ പറയുന്നുണ്ട് ചായ എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്ന്. അപ്പോൾ കാക്ക പറയാം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പൊടിയും ജിലേബിയൊക്കെ കണ്ടപ്പോൾ ഇത് കണ്ടില്ലേ. വീണ്ടും അവിടുത്തെ പരിപാടിയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടികളില്ലാഞ്ഞപ്പോൾ പിന്നെ ഒരു സങ്കടമായിട്ടാണ്. അവർ കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ട് ആസ്വദിച്ച് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഇതേപോലെ ഇവിടെ ശോഭപ്പറമ്പിൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ കരുങ്കരി ഉണ്ടായപ്പോൾ അവിടെയൊക്കെ കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചെടുത്ത് സാധനങ്ങളൊക്കെ അതിൽ വാങ്ങിക്കൊടുത്ത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെ സിനിമയിലും ഇതിലൊക്കെ കണ്ടല്ലാതെ നേരിട്ട് കാണാത്തൊരു കാര്യം കൂടിയിട്ട് ഞാൻ കണ്ടിട്ടാണ്. ഈ കയ്യിൽ ദീപൊക്കെ വെച്ചിട്ട് ദീപമെന്നുണ്ടായി പറയാം, ചെറിയൊരു ഇതിൽ പാത്രത്തിൽ ദീപൊക്കെ വെച്ചിട്ട് നോക്കി. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്കവിടെ ഇറങ്ങിയിട്ട് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എന്താ വണ്ടിക്കാരനേക്ക് ടൈമില്ലാന്നപ്പോൾ പിന്നെ ഇത് കണ്ടില്ല, ഓറഞ്ച് ബ്ലൗസും സാരിയൊക്കെ ചുറ്റിട്ട് എനിക്കൊരുപാട് ഇഷ്ടമായി. ഞാൻ നേരിട്ട് കാണണം, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഒരുപാട് ഇഷ്ടമായിട്ടത്. ഇവരിങ്ങനെ എല്ലാവരും ഒരു വരിയിൽ ഇങ്ങനെ ഇതൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പോകുന്നത് കാണാൻ ഇതൊരു ഭംഗിയാണ്. എനിക്കത് നേരിട്ട് അവിടെ ഇറങ്ങിയിട്ടൊന്ന് കാണണമെന്ന് നല്ല ആഗ്രഹം. പിന്നെ ആ സൈഡിൽ കുറേ ആൾക്കാരും പിന്നെ വണ്ടിയൊക്കെ ബ്ലോക്കായി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ആൾക്ക് പോകാനുള്ള ധൃതി എല്ലാം കൂടി ആയപ്പോൾ കാണാൻ പറ്റിയില്ല ശരിക്കും പറയാമല്ലോ. എന്നാലും നേരിട്ടൊന്ന് കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കേട്ടോ. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇനി ഞങ്ങൾ കുറച്ച് നേരം ഒരു 2 മിനിറ്റ് അവിടെ വണ്ടി ഇങ്ങനെ സൈഡാക്കി. അപ്പോൾ അതൊന്നിങ്ങനെ കണ്ട് ആസ്വദിച്ചൊന്ന് വീഡിയോ ഒക്കെ എടുത്ത്
നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആ ദീപം ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഞങ്ങളവിടെ ആശാമവിടെ എത്തിയിട്ടാണ് ചായയൊക്കെ കുടിച്ചത് കേട്ടോ. അപ്പോൾ മോൾക്ക് ഉള്ളിവട മതി എന്ന് പറഞ്ഞാൽ പിന്നെ ബോണ്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്, പഴം കൊണ്ടുള്ള. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരു ഗ്ലാസ് ചായയും, അപ്പോൾ ഇക്കാക്കയും മക്കളൊക്കെ അവിടെ പുറത്ത് പോയിട്ട് ചായയൊക്കെ കുടിച്ച്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ അത് എനിക്ക് മോൾക്കുള്ള ചായ എടുക്കാക്ക വന്നത്. അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.